അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക വാഹനമായ പ്രസിഡൻഷ്യൽ ലിമോസിനിലേക്ക് കയറുന്നതിനിടെ കാലിടറി വീഴാനാഞ്ഞുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടർന്ന ഈ ദൃശ്യങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. മുൻപും പല ഘട്ടങ്ങളിലും നേതാക്കളുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ പുതിയ വീഡിയോ അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിലാണ് പ്രചരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക് എന്നിവയിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം ഈ ദൃശ്യങ്ങൾ കണ്ടത്. വാഹനത്തിന് സമീപമെത്തുമ്പോൾ ട്രംപിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായും അദ്ദേഹം താഴേക്ക് വീഴാൻ പോകുന്നതുമായാണ് വീഡിയോയിലുള്ളത്. ഇതോടെ ട്രംപിന്റെ ആരോഗ്യനില വഷളായെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു വിഭാഗം ആളുകൾ ശക്തമായി ഉയർത്താൻ തുടങ്ങി. സംഭവം നടന്നയുടൻ തന്നെ അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ഇതിന്റെ വശങ്ങൾ വിശകലനം ചെയ്യാൻ ആരംഭിച്ചു. ട്രംപ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും ചിലർ വാദിച്ചു. വൈറ്റ് ഹൌസും ഭരണകൂടവും പ്രസിഡന്റിന്റെ യഥാർത്ഥ ആരോഗ്യസ്ഥിതി ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുകയാണെന്ന ആരോപണവും ഇതിനോടകം ഉയർന്നു വന്നു. എന്നാൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ വിശ്വസനീയതയെ ചോദ്യം ചെയ്ത് മറ്റൊരു വിഭാഗം ഉപയോക്താക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വീഡിയോ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒന്നല്ലെന്നും കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നുമാണ് ഇവരുടെ പ്രധാന വാദം. ദൃശ്യങ്ങളിലെ ചില അസ്വാഭാവികതകളും രൂപമാറ്റങ്ങളുമാണ് ഇവർ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ച സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഇതിൽ AI സാങ്കേതിക വിദ്യയുടെ വ്യക്തമായ കൈകടത്തലുകൾ ദൃശ്യമാണ് എന്നാണ്. ലൈറ്റിംഗിലെ വ്യത്യാസങ്ങൾ, ശരീരചലനങ്ങളിലെ പൊരുത്തക്കേടുകൾ, പശ്ചാത്തലത്തിലെ ആൾക്കൂട്ടത്തിന്റെ അസ്വാഭാവികമായ ചലനങ്ങൾ എന്നിവയെല്ലാം ഇത് ഡിജിറ്റലായി നിർമ്മിക്കപ്പെട്ട ദൃശ്യമാണെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകൾ അഥവാ ഡിജിറ്റൽ ഡീപ് ഫേക്കുകൾ രാഷ്ട്രീയ രംഗത്ത് എത്രത്തോളം അപകടകരമായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. വ്യാജനേതാണെന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം സാങ്കേതിക വിദ്യ വളർന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങളുടെ വിശ്വസനീയത സ്ഥിരീകരിക്കാൻ ഒരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. സംഭവം നടന്നതായി പറയപ്പെടുന്ന സ്ഥലത്തുണ്ടായിരുന്ന പ്രമുഖ വാർത്താ ഏജൻസികളോ മാധ്യമ പ്രവർത്തകരോ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ നിന്നോ ട്രംപിന്റെ ഔദ്യോഗിക വക്താക്കളിൽ നിന്നോ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു രാജ്യത്തെ ഭരണത്തലവന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ടും മാധ്യമങ്ങൾ അത് തത്സമയം റിപ്പോർട്ട് ചെയ്തില്ല എന്നത് തന്നെ വീഡിയോയുടെ വ്യാജ സ്വഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആധുനിക കാലത്ത് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വേഗതയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് കരുത്ത് പകരുന്നത്. ഒരു ദൃശ്യം സത്യമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അത് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേരുകയും ജനങ്ങളിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ജനവികാരം സ്വാധീനിക്കാൻ എതിരാളികൾ ഇത്തരം വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനും വോട്ടർമാരിൽ സംശയം വളർത്താനും വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതങ്ങൾ ഇത്തരം വിവാദപരമായ ഉള്ളടക്കങ്ങൾക്ക് നൽകുന്ന അമിത പ്രാധാന്യവും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. സത്യസന്ധമായ വാർത്തകളേക്കാൾ വേഗത്തിലാണ് അഭ്യൂഹങ്ങളും വിവാദങ്ങളും ഇന്റർനെറ്റിൽ ശ്രദ്ധ നേടുന്നത്. ഇത് തടയാൻ സോഷ്യൽ മീഡിയ കമ്പനികൾ കൂടുതൽ കർശനമായ നയങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തുണ്ടാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ വിവര സാങ്കേതിക മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിലും അതിന്റെ ദുരുപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല സാധാരണക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കാൻ ഇത്തരം വ്യാജ ദൃശ്യങ്ങൾക്ക് സാധിക്കും. ഭരണത്തലവന്മാരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും ഓഹരി വിപണിയെയും പോലും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത് ഏതൊരു രാജ്യത്തിന്റെയും സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കിടയിൽ ഡിജിറ്റൽ സാക്ഷരതയും വിവരങ്ങൾ വസ്തുതാപരമായി പരിശോധിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. കാണുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദൃശ്യമോ വാർത്തയോ കാണുമ്പോൾ അതിന്റെ ഉറവിടം പരിശോധിക്കാനും അംഗീകൃത മാധ്യമങ്ങൾ അത് നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഓരോ പൗരനും ബാധ്യസ്ഥനാണ്.
സാങ്കേതിക വിദ്യയെ വിവേകത്തോടെ ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കൂ. ട്രംപിന്റെ ഈ വൈറൽ വീഡിയോ യഥാർത്ഥമാണോ അതോ AI നിർമ്മിതമാണോ എന്ന തർക്കം തുടരുമ്പോൾ തന്നെ അത് പുതിയ കാലത്തെ ഡിജിറ്റൽ യുദ്ധങ്ങളുടെ സൂചനയായി മാറുകയാണ്. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്ത് ജാഗ്രതയും വസ്തുതാന്വേഷണവും മാത്രമാണ് ഏക പോംവഴി.